ഒരു നാട് മുഴുവൻ ദിവസങ്ങളോളം വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് അവരുടെ നാടിൻ്റെ ദേവിക്കായി കെട്ടുകാഴ്ച ഒരുക്കി. ആ കെട്ടുകാഴ്ചയെ കിലോമീറ്ററുകളോളം ആർപ്പുവിളികളും ആഘോഷങ്ങളുമായി ദേവിക്ക് മുന്നിലെത്തിക്കുമ്പോൾ ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം എന്ന പോലെ ഒരു മഴ പെയ്താലോ? ഹായ് എവരിവൺ, ഐ ആം അബിൻദത്ത്. വെൽക്കം ബാക്ക്. ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ തന്നെയാണ്. അതിൽ എൻ്റെ നാടിൻ്റെ നാട്ടുകാരുടെ ഉത്സവമാണ് പല്ലന ശ്രീ പോർക്കലി ദേവി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം. അതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഞങ്ങൾ ഓരോ കരക്കാരും അമ്മയ്ക്ക് വേണ്ടി ഏറ്റവും പ്രൗഢിയാർന്ന കെട്ടുകാഴ്ചയെ സമർപ്പിക്കാൻ മത്സരിക്കുമ്പോഴാണ്. ഞങ്ങൾ ദിവസങ്ങൾ മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങി. നാട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതിന്റെ ഭാഗമാകും. കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ ആദ്യ ദിനത്തിൽ അതിരാവിലെ ആശാരി എല്ലാ നാട്ടുകാരുടെയും സമക്ഷം ഉള്ളികൊത്തും. അതാണ് ആദ്യ ചടങ്ങ്. അതോടെ അമ്മയുടെ കെട്ടുകാഴ്ചയായ തേരിന്റെ പണികൾ തുടങ്ങും. മീനമാസത്തിലെ ചൂട് പ്രമാണിച്ചും ഭൂരിഭാഗം ആൾക്കാരുടെ ജോലി സമയം കണക്കിലെടുത്തും കെട്ടുകാഴ്ചയുടെ ജോലികൾ വൈകുന്നേരങ്ങളിലായിരിക്കും. തേരിന്റെ ആദ്യ പടി എന്ന രീതിയിൽ ചട്ടം കെട്ടും. അതിനുശേഷം കത്രയപ്പൂട്ടൊക്കെ ഇട്ടുവെച്ചിരിക്കുന്ന ഒന്നാമത്തെ കതിരുകാല് കെട്ടും. അപ്പോൾ തന്നെ ഒരു ശരാശരി മനുഷ്യന്റെ ഉയരം അത് മറികടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് സ്കഫോൾഡ്സ് ഉപയോഗിച്ച് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. എന്നിട്ട് അതിൽ തട്ടുവരിയും. അതിനപ്പുറം ആകാശത്തെ ചുംബിക്കാനെന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കാൻ മകുടവും കൂമ്പും റെഡിയാകുന്നുണ്ടായിരിക്കും. മീനമാസത്തിലെ വേനൽ മഴയും ചൂടും എല്ലാം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ആഫ്റ്റർ ഓൾ ഓഫ് ദീസ് ദ നെക്സ്റ്റ് സ്പെഷ്യൽ ഡേ വിൽ അറൈവ്. രണ്ടാം കതിരുകാലും മകുടവും തട്ടുതട്ടായി മുകളിലേക്ക് കയറ്റുന്ന ദിവസം. തേര് നിർമ്മാണത്തിലെ ഏറ്റവും കഠിനവും പ്രയാസമേറിയതുമായ ജോലി. ക്രെയിൻ്റെയും മറ്റും സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത്. അന്നേ ദിവസം ആ പൈതൃകം വീണ്ടും മറ്റൊരു അശ്വതി ദിനത്തിനായി പുനർജനിക്കുന്നു. ഇതോടെ രേവതി ദിനവും അശ്വതി ദിനവും ഇനി അടുത്തെത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തേരും ചവിട്ടിൽ അന്നദാനവും വൈകിട്ടത്തെ കലാപരിപാടികൾക്കും തുടക്കമായിട്ടുണ്ടായിരിക്കും. ഈ സമയം തേരിന്റെ മകുടി കരയുടെ യശസ് ഉയർത്തി അഭിമാനത്തോടെ നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ആ ദിവസം വന്നെത്തും. രേവതി ദിനത്തിൽ രാവിലെ തന്നെ പൊങ്കാലയും അനുബന്ധ ചടങ്ങുകളും കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. എല്ലാ ദിവസത്തിനുപരിയായി കറികളും കാര്യങ്ങളും അന്നേ ദിവസം കൂടുതലുണ്ടായിരിക്കും. അതിൻ്റെ രുചിയും ആസ്വദിച്ചിരിക്കുമ്പോൾ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അന്നേ ദിവസം വൈകിട്ടത്തെ ദേശതലപ്പൊലിയായിരിക്കും. മുതിർന്നവർ സെറ്റ് സാരിയും കുട്ടികൾ പട്ടുപാവടയും ഇട്ട് പ്ലേറ്റിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതിനു മുകളിൽ നാളികേരത്തിൽ എണ്ണയൊഴിച്ച് ദീപം കൊളുത്തി അവർ അവരുടെ കരയിൽ നിന്നും അമ്മയുടെ സന്നിധിയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യും. പോകുന്ന വഴിയിൽ തന്നെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയാൽ അമ്മ അവരെ അനുഗ്രഹിക്കാനെത്തും.
the most spiritual feeling ever. And the day will arrive. The final day. അശ്വതി. രാവിലെ തന്നെ തേരിൻ്റെ അവസാനഘട്ട ജോലികൾ പൂർത്തിയായിട്ടുണ്ടായിരിക്കും. ആൻഡ് മോർ ഓവർ, നമ്മൾക്ക് ആ നാടിൻ്റെ തന്നെ ആഘോഷവും ചുറ്റുമുള്ള എല്ലാവരുടെയും സന്തോഷവും പ്രതീക്ഷയും ഫീൽ ചെയ്യാൻ പറ്റും. നാടിൻ്റെ അന്തരീക്ഷം മുഴുവൻ ഒരു എനർജി ഉണ്ടായിരിക്കും. പിന്നെയുള്ളതും ഏറ്റവും ദൈർഘ്യം കൂടിയതുമായ കാത്തിരിപ്പാണ് അമ്മ വന്ന് തേരിനെ അനുഗ്രഹിച്ച് തേരിനെ ചലിപ്പിക്കുന്നതിന് വേണ്ടി. മകൾക്കും കൊടുക്കാൻ ചെല്ലുമ്പോൾ പച്ചപ്പാല് ചാറ് മാലവയ്ക്കും മാനക്കോടായിൽ ഞാൻ മനക്കുരൂടോ താറ് എന്നെ മാലവയ്ക്കുവാനായി വരവുണ്ടെന്നങ്ങനെ കേട്ടപ്പോഴേ നാളത്തെ പാൽനുയപ്പോൾ ഞാനും എടുത്തവളാണ് താറ് കൊല്ലം മാനക്കോടായി നല്ല അറിവിട്ടും പാടിക്കൽ കടന്നു ചെല്ലുമ്പോൾ നീലമാണി വിളക്ക് കൊളുത്തി വെച്ചു നല്ലമ്മ വെള്ളരി പുഷ്പങ്ങളെ കൊണ്ട് നല്ലമ്മ ആരിയറിയുന്നേ കർക്കിടക മാസത്തിൽ നല്ല കാരി വിട്ടി കരിപ്പൂരാടം ഉണ്ണികൃഷ്ണ ഗോപാല മകനെ കോലായിൽ നല്ല മാലുകെട്ടുന്നു ഗുരപ്പാടിക്കൽ അകത്തില്ല മകശാലയിൽ നല്ലമ്മ കടന്നു ചെല്ലുമ്പോൾ തകൃതേ പാലൊഴിക്കും പാൽ തളികയിൽ പാൽ പകർന്നു നല്ലമ്മ പൊന്മകനും മകൾ. അതിനുശേഷം ദേശത്തെ ആൾക്കാരുടെ കയ്യും മെയ്യും ഒന്നുകൂടെ ഒരുമിക്കുകയാണ്. അവസാന ദിവസത്തിന്റെ ഉത്സവത്തിന്റെ എല്ലാ എനർജിയും സ്ട്രെങ്തും അവർക്കുണ്ടായിരിക്കും. ഞങ്ങളുടെ അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ച് ആകാശം മുട്ടി നിൽക്കുന്ന എത്രയെന്ന് പോലും അറിയാത്ത ഭാരം തോളിലും മറ്റും ചുമന്ന് തടസ്സങ്ങളെ മാറ്റിയും തേരി വലിക്കും. നീലമാണി വിളക്ക് കൊളുത്തി വെച്ചു നല്ലമ്മ വെള്ളരി പുഷ്പങ്ങളെ കൊണ്ട് നല്ലമ്മ ആരിയറിയുന്നേ കർക്കിടക മാസത്തിൽ നല്ല കാരി വിട്ടി കരിപ്പൂരാടം ഉണ്ണികൃഷ്ണ ഗോപാല മകനെ പേർ വിളിച്ചമ്മ നീലമാണി വിളക്ക് കൊളുത്തി വെച്ചു നല്ലമ്മ. അതിന്റെ കൂടെ ആഘോഷത്തിനായി ഓരോ പരിപാടി. കർക്കിടക മാസത്തിൽ നല്ല കാരി വിട്ടി കരിപ്പൂരാടം ഉണ്ണികൃഷ്ണ ഗോപാല മകനെ പേർ വിളിച്ചമ്മ മീനമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളിൽ പിറന്നാളമ്മേ ശ്രീ ഗുരുന്റെ കണ്ടൻ കാളി എന്നോ മനം പേർ വിളിച്ചമ്മ. കിലോമീറ്ററുകളോളം ആടിയും പാടിയും കഷ്ടപ്പെട്ടും തേരിനെ അമ്മയ്ക്ക് മുന്നിലെത്തിക്കുന്നു. തേര് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൻ്റെ മതിൽ മുന്നിലെത്തുമ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിതരായിരിക്കും. തേര് വലിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരടി പോലും കാലം മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശരീരവേദനകൾ അനുഭവപ്പെടും. പക്ഷേ അവസാന സമയം കയ്യെത്തും ദൂരം. എവിടെ നിന്നോ വരുന്ന എനർജി അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി വേദനയിലും ഉത്സാഹം കണ്ടെത്തി ഒന്നായി ചേർന്ന് തേര് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കും. ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിന്റെ അവസാനം, കഷ്ടപ്പാടുകളുടെ അവസാനം. ഇപ്രാവശ്യം തേര് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അമ്മയുടെ അനുഗ്രഹം എന്ന പോലെ ഒരു മഴയാണ്.
അവസാനം തേരിന് മുന്നിൽ ഒരു ദീപം തെളിയിച്ച് ഞങ്ങൾ മടങ്ങി. ആൻഡ് എവരിത്തിങ് വാസ് ഓവർ. പിന്നെ വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അടുത്ത വലിയ കാത്തിരിപ്പ്. കരുത്തുള്ളവളാണ് നീ, പോരാടണം.